നമസ്കാരം. ഗൃഹസന്ദർശനത്തിനോടൊപ്പം ഇനിയിപ്പോൾ സംസ്ഥാനം മുഴുവൻ രാഷ്ട്രീയ പ്രചരണ ജാഥകൾ കൊണ്ട് കൊഴുപ്പിക്കാൻ ആലോചിക്കുകയാണ് CPM സംസ്ഥാന ഘടകം. വിവിധ ജില്ലാ ഘടകങ്ങളിൽ മീറ്റിംഗുകൾ നടന്നു. എല്ലാ മീറ്റിംഗുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗൊഗ്വാവിളികളും ചീത്തവിളികളുമായിരുന്നു. മുതിർന്ന നേതാക്കളെ, ജില്ലാ സെക്രട്ടറിമാരെയൊക്കെ ഇരുത്തിക്കൊണ്ടും സംസ്ഥാന സമിതി അംഗങ്ങളെ ഇരുത്തിക്കൊണ്ടുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തെറിപറച്ചിലും തെറിയഭിഷേകവും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്മകുമാറിനെതിരെ നടപടി എടുത്തില്ല എന്ന വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംസ്ഥാന സമിതിയിൽ ഇന്നലെ വലിയ തോതിൽ വാക്കേറ്റമുണ്ടായത്. അതായത് പത്മകുമാറിനെതിരെ പേരിനെങ്കിലും ഒരു സസ്പെൻഷനോ എങ്കിലും അല്ലെങ്കിൽ അന്വേഷണ വിധേയമായി അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങി കുറ്റവിമുക്തനാകുന്നതുവരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് എന്ന് പറയുകയോ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തത് ശരിയായില്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ പാർട്ടിക്ക് അന്വേഷണ സംവിധാനമൊക്കെ ഉണ്ടല്ലോ, പാർട്ടി അന്വേഷിക്കും, പാർട്ടി കൃത്യമായ നടപടി എടുക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഇത്രയും ഒരു വലിയ തിരിച്ചടി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ഇന്നലെ സംസ്ഥാന സമിതി യോഗത്തിൽ ചില നേതാക്കൾ പറഞ്ഞത്. അതായത് പത്മകുമാറാണ് പണി പറ്റിച്ചത്, അല്ലെങ്കിൽ പത്മകുമാറാണ് പണിതത്. പത്മകുമാറിനെതിരെ നടപടി എടുക്കാൻ പറ്റില്ല, കാരണം അയാൾക്ക് പല കാര്യങ്ങളും അറിയാം. അയാൾ ബേസിക്കലി ഒരു ശുദ്ധനാണ്. അയാൾ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് കടകംപള്ളിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്, സർക്കാരിന്റെ മറ്റ് മേഖലകളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട CPM നേതാക്കളിലേക്കൊക്കെ അന്വേഷണം എത്താനുള്ള സാധ്യത കൂടി പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം പത്മകുമാറിനെതിരെ നടപടി എടുക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു സാധാരണ പ്രവർത്തകനല്ല, മുൻ MLA ആണ്, കോന്നി MLA ആണ്, അതുപോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, അതുപോലെ തന്നെ CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിനെതിരെ പേരിനെങ്കിലും ഒരു നടപടി എടുത്തിരുന്നുവെങ്കിൽ ഈ ചതി പറ്റില്ലായിരുന്നു എന്ന് പറയുന്ന സഖാക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇതുപോലെ കുറ്റവാളികളെയും ആരോപണ വിധേയരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരെ വെള്ളപൂശിക്കൊണ്ട്, അവരെ മടിയിലിരുത്തിക്കൊണ്ട് ഇനി ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പോ, ഏത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോ, ലോക്സഭാ തെരഞ്ഞെടുപ്പോ വന്നാലും CPMന് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പാർട്ടി തകർന്നടിയും എന്ന ദുഃഖകരമായ അഭിപ്രായം പറഞ്ഞ ധാരാളം സഖാക്കളുണ്ട് എന്നാണ് AKG സെന്ററിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമ്മളിതൊന്നും വെറുതെ പറയുന്നതല്ല. നമ്മൾക്ക് കൃത്യമായി തന്നെ നേതാക്കൾ, അതിനകത്തുള്ള നേതാക്കൾ, അതിനകത്ത് പോയ നേതാക്കളൊക്കെ തന്നെ വിവരങ്ങളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ തീർച്ചയായിട്ടും സൗഹൃദത്തിന്റെ പേരിൽ നമ്മളോട് പങ്കുവയ്ക്കും. വലിയ പ്രതിസന്ധിയിലേക്ക് CPM പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ പത്മകുമാറാണ് എന്നുള്ള ഒരു നിലപാടിലാണ് ഇന്നലെ സംസ്ഥാന സമിതി യോഗത്തിൽ കാര്യങ്ങൾ ഉയർന്നു വന്നത്. ഇനി ഇത് പറഞ്ഞാലും പത്മകുമാറിനെതിരെ MP ഗോവിന്ദൻ മാഷ് നടപടിയൊന്നും എടുക്കില്ല. പത്മകുമാറിന് പല കാര്യങ്ങളും അറിയാവുന്നു. നടപടി എടുത്താൽ അദ്ദേഹം ചതിക്കും, അദ്ദേഹം ഓരോന്നൊക്കെ വിളിച്ചു പറയും, അതൊക്കെ തന്നെ പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടിൽ പാർട്ടിയെ കൊണ്ട് എത്തിക്കും എന്നുള്ള ബോധ്യം CPMനും മുഖ്യമന്ത്രിക്കും MP ഗോവിന്ദൻ മാസ്റ്റർക്കുമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. പത്മകുമാറാണ് ഇത്തവണ പണി പറ്റിച്ചത് എന്ന്. പിന്നൊരു കാര്യം, പത്മകുമാർ എന്ന ഒരൊറ്റ വ്യക്തിയുടെ തലയിൽ മാത്രം കെട്ടിവെച്ച് ഊരാനുള്ള ശ്രമത്തിന്റെ ഭാഗവുമാകാം ഇത്. പിന്നെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ, രാഷ്ട്രീയ പ്രചരണ ജാഥകൾ ഒക്കെ തന്നെ നടത്താൻ പ്ലാനുണ്ട്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് പൊതുവെ പറയുന്നത്. ഇതൊക്കെ തന്നെയുണ്ട്. ആ കൂട്ടത്തിൽ പത്മകുമാർ അദ്ദേഹം തന്നെ അറിയാതെ ഒരു പണി പാർട്ടിക്കിട്ട് കൊടുക്കുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്.